ഉടനെ നമുക്ക് തിളക്കണ്ട 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ചുക്കി എടുക്കാം അതിനകത്തിട്ട് വെച്ചാൽ ഇതേ കണക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാരെ ഇത് നമ്മൾ ചീര തോരൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരെ കഴിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. കൂട്ടുകാരെ, അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ചീരയാണ് എടുത്തത്. നാടൻ ചീരയാണ് കേട്ടോ. നാടൻ ചീര എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോരനാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും അറിയാം, പക്ഷെ എന്നാലും എന്റേതായിട്ടുള്ള സ്റ്റൈലിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിന്ന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ കാണാൻ പോവാം. അപ്പം സപ്പോർട്ട് ചെയ്യുന്ന കാര്യം മറക്കല്ലേ കൂട്ടുകാരെ. ആദ്യം നമുക്ക് ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഇപ്പൊ ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ ഒരു 3-4 ചെറിയ ഉള്ളി ഇട്ടുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അടുത്ത് നമ്മളൊരു ഇരുമ്പ് ചട്ടി അടുപ്പി വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം, ഒന്ന് പൊട്ടിക്കുക. അപ്പൊ കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1.5 സവാള പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇനി അടുത്ത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നമുക്കതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചീരയ്ക്കും കൂടെ ചേർത്താണ് മൊത്തത്തിൽ ഇത്ര ഉപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മൾ ചീര നമ്മൾ ഇതേ കണക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കി നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ചിട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരത്തേക്ക് ഒന്ന് അടച്ചു വെച്ചിരുന്ന ആവിൽ വേവിക്കും. ഇപ്പൊ നമുക്കൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ തുറക്കാം. ഒന്ന് ഇളക്കി ഏകദേശമൊക്കെ ചീരയൊക്കെ വെന്ത് ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഏകദേശം നമ്മള് തോരനോട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐറ്റം കൂടെ ചേർക്കാറുണ്ട്. നമ്മളിപ്പോ ഈ സൈഡൊന്ന് ഒരു കുഴിയാക്കി എടുക്കാം. അപ്പൊ നമ്മളതിനകത്ത് മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഞാനൊരു 2 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒഴിച്ചിട്ട് ഉടനെ നമുക്ക് തിളക്കണ്ട 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഒന്ന് ചുക്കി എടുക്കാം അതിനകത്തിട്ട് വെച്ചാൽ. കുറച്ച് ഇങ്ങനെ ഇതിന്റെ കൂടെ തന്നെ മൊത്തത്തിൽ എടുക്കാം. നമ്മൾ അതിന്റെ എല്ലാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതേ കണക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടുകാരെ ഇത് നമ്മൾ ചീര തോരൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ വരെ കഴിച്ചു പോകും. അത്രയ്ക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തു പോകും കൂട്ടുകാരെ. എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൂട്ടുകാരെ.